പോലീസിന്റെ സമയോചിതമായ ഇടപെടലിൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് 4 പേര്. ജീവിതമടുത്ത് ആത്മഹത്യയിലേക്ക് കടക്കുമ്പോൾ ദേവദൂതരെ പോലെ എത്തുന്ന ചിലരുണ്ട്. അങ്ങനെ പോലീസ് വേഷത്തിലെത്തിയ ദേവദൂതരാണ് ഇവർ രക്ഷിച്ചത് വിലപ്പെട്ട 4 ജീവനുകളെയാണ്. ഞങ്ങളിവിടെ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് സുമാർ 1:30 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളെല്ലാം ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ നോക്കുന്ന സമയത്താണ് കുറ്റ്യാടി CI സാർ ഇൻഫർമേഷൻ നമ്മുടെ കൊയിലാണ്ടി CI ബിജു സാറിന് കിട്ടുന്നത്. അവരെ കുറ്റ്യാടി ലിമിറ്റിലുള്ള ഒരു സ്ത്രീയും 2 മക്കളും അവിടുന്ന് മിസ്സിംഗ് ആണ്. അവരെ കൊയിലാണ്ടി ഭാഗത്താണ് ടവർ ലൊക്കേഷൻ കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതുപ്രകാരം CI സാർ നമ്മളെ അറിയിച്ചു. നമ്മൾ ഉടനെ തന്നെ സ്റ്റേഷൻ മൊബൈലിൽ പ്രവീൺ, സിന്ധു, ഗംഗേഷ് എല്ലാവരുമായിട്ട് പെട്ടെന്ന് തന്നെ പോയി. അപ്പോൾ ആദ്യം കാണിച്ചത് കൊല്ലം 17-ാം മൈലിലെ മുനിസിപ്പൽ പാർക്കിൻ്റെ ആ സൈഡാണ് കാണിച്ചത്. അപ്പോൾ അവിടെ ആ ഭാഗങ്ങളെല്ലാം പരിശോധിച്ചതിൽ അവിടെ ഒന്നും കണ്ടു കിട്ടിയില്ല. പിന്നെ അടുത്ത പുതിയ ലൊക്കേഷൻ വന്ന സമയത്ത് പാറപ്പള്ളി ഏരിയൻ്റെ ഭാഗത്താണ് കണ്ടത്. ഞങ്ങൾ പാറപ്പള്ളീൻ്റെ മുകളിലും പരിസരങ്ങളെല്ലാം 2 ടേണായിട്ട് തന്നെ തിരിഞ്ഞ് അന്വേഷണം നടത്തി. അപ്പോൾ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിരിക്കും. അപ്പം പാറപ്പള്ളീൻ്റെ ആ കൊല്ലം ഭാഗത്തേക്ക് ആ താണ സ്ഥലത്ത് മുകളിലായിട്ട് യൂണിഫോം ഇട്ട ഒരു കുട്ടീനെ കണ്ടു. അപ്പോൾ ഞങ്ങൾ അടുത്തേക്ക് പോയി. അപ്പോൾ നോക്കുമ്പോൾ 3 കുട്ടികളുണ്ട്. അപ്പോൾ അമ്മയുണ്ട്. ഈ അമ്മ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് അപ്പോൾ അടുത്തെത്തി ഞാൻ എവിടെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞ കുറ്റ്യാടിയാണ്. എന്താ വന്നതെന്ന് വെച്ച് ഇങ്ങനെ ഭർത്താവായിട്ട് വിഷയമായിട്ട് വീട്ടിൽ നിന്ന് കുട്ടികളെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് വന്നതാണ്, അങ്ങനെ പാറപ്പള്ളി എത്തിയതാണെന്ന് പറഞ്ഞു. ജീവിതം അടുത്ത് വന്നതാണെന്നൊക്കെ പറഞ്ഞു. പോലീസ് സ്റ്റേഷനുകളിൽ ശരിക്കും കൗൺസിലിംഗ് സെൻ്റർ കൂടിയാണ്. ഞങ്ങൾ ഡിഗ്രികളും ബിരുദങ്ങളും ഒന്നും എടുത്തിട്ടൊന്നുമല്ല. ഞങ്ങളെ അനുഭവങ്ങളാണ് ഞങ്ങളുടെ ഗുരു. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ പറഞ്ഞത് കേട്ടല്ലോ, നമ്മളെ സംരക്ഷിക്കാനാണ് ഇവരെല്ലാം നമ്മളെ കൂടെ തന്നെ ഉണ്ട്. ക്യാമറാമാൻ അരുൺ കിഷോറിനൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. തത്സമയം നയൻതാരയുണ്ട്. നയൻതാര, ഗുഡ് മോർണിംഗ്. ഒരു അമ്മ എന്നുള്ള നിലയിൽ ഈ വാർത്ത ചെയ്യുമ്പോൾ നയൻതാരയ്ക്ക് ഒരുപാട് അത് ബന്ധപ്പെടുത്തി ആലോചിച്ച് പോയിട്ടുണ്ടാവും. എന്തിനീ അമ്മ കുഞ്ഞുങ്ങളുമായി പോയി എന്നൊക്കെ. ഈ പോലീസുകാരുടെ ഇടപെടൽ ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, സത്യമായും സല്യൂട്ട് ചെയ്യാതെ നിവർത്തിയില്ല, അല്ലേ നയൻതാര? തീർച്ചയായും മോത്തി. ഞാനിവിടെ തങ്കരാജ് സാർ ഞങ്ങളോട് പിന്നെ സംസാരിക്കുകയുണ്ടായി ആ കുഞ്ഞുങ്ങളെക്കുറിച്ച്. അവിടെ ചെന്നപ്പോൾ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ഇവർക്ക് തന്നെ സങ്കടം തോന്നി. കാരണം ചെറിയ കുട്ടികളാണ്. മൂത്ത കുട്ടിക്ക് 3.5 വയസ്സോ 4 വയസ്സോ അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം ഇവരെ കണ്ടപ്പോൾ സങ്കടം തോന്നിയെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞൊരു കാര്യം, അവർക്ക് അവിടെ എന്തിനാണ് വന്നതെന്ന് പോലും അറിയില്ല. പാവങ്ങൾ അവിടെ കടൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ആ സ്ത്രീ ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. 3 പേരും കടലൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ മോത്തി പറഞ്ഞ പോലെ ഞാൻ എൻ്റെ അമ്മ എന്ന രീതിയിൽ ഞാനും ചിന്തിച്ചു നോക്കി. ഈ ഒരു അവസരത്തിൽ ഞാനൊരു മറ്റൊരു കഥ കൂടി പറയാം. ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ബാലുശ്ശേരി നടന്നൊരു സംഭവമാണ്. ഞാൻ അതിന് സാക്ഷിയായതാണ്. ഒരു ഭാര്യയും ഭർത്താവും ടൗണിൽ നിന്നും വാക്ക് തർക്കങ്ങൾ. അവർ പറയുന്നത്, സ്ത്രീ അവരോട് പറയുന്നു, എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കാൻ ഇനി താല്പര്യമില്ല, ഞാൻ ഇനി നിങ്ങളെ കൂടെ വരുന്നില്ല, ഞാൻ എങ്ങോട്ടെങ്കിലും പോവാണ്. ഇവരെ കൂടെ ഒരു ഏകദേശം 4-5 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി വാവിട്ട് കരയാണ്. അച്ഛൻ്റെ കൂടെ പോകണോ അമ്മേൻ്റെ കൂടെ പോകണോ എന്ന രീതിയിൽ അത് നിസ്സഹായനായി ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അന്ന് എൻ്റെ ചങ്ക് പൊട്ടുന്ന വേദന ഉണ്ടായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാരായാൽ അങ്ങനെ തർക്കങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ ഭർത്താവ് എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് കലഹങ്ങളൊക്കെ കലഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവും. എന്നോട് പറയും, കൊച്ചിൻ്റെ മുമ്പ് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അപ്പം ഞാൻ ആ നിമിഷത്തിൽ അതാണ് ചിന്തിച്ചത്. അവരത് എത്രത്തോളം ബാധിക്കും എന്ന തരത്തിൽ. ആ കൊച്ച് അച്ഛൻ്റെ കൂടെ പോകാൻ വേണ്ടി കരയാണ്. അപ്പം ഈ അമ്മ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു, പോകണ്ട, എൻ്റെ കൂടെ വരണം, അവരെ കൂടെ ഇനി ജീവിക്കണ്ട, നമ്മളിനി ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ പിഞ്ചു കുഞ്ഞിനോട് ആ അമ്മ പറയുന്ന വാക്കുകളാണിത്. അപ്പം എല്ലാ അമ്മമാരും അല്ല ഇത്തരത്തിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് ചിന്തിക്കുക.